Hi students, welcome to a new class. ഇന്നത്തെ ടോപ്പിക്കിൽ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിനെ കുറിച്ചാണ്. നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ കഴിഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് കഴിഞ്ഞു, കോസൽ റിസർച്ച് ഡിസൈൻ കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ വരുന്ന മറ്റൊരു ഫോമാണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ്. ഈ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് എ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഓർ എമംഗ് എ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ്. രണ്ട് വേരിയബിൾസോ അല്ലെങ്കിൽ ഒരു കൂട്ടം വേരിയബിൾസിലോ അവരുടെ റിലേഷൻഷിപ്പിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന വേരിയബിൾസ് ഏതിലെങ്കിലും ഒന്നിനെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാണ് മറ്റൊരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്നുള്ള ആ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന റിസർച്ചിനെയാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ മെയിൻ പർപ്പസ് തന്നെ എന്താണ്? റിസർച്ചർക്ക് ആ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാം. കാരണം ഏത് വേരിയബിൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യണം, അതിൻ്റെ ഫാക്ടേഴ്സ് ഏതാണ്, അതിനെ ഏതിനും കൺട്രോൾ ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഫലം കിട്ടുന്നത് എന്നൊക്കെ റിസർച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ പറയുന്ന ഫസ്റ്റ് എന്താണ് എക്സ്പെരിമെൻ്റ് എല്ലാം. ആൻ എക്സ്പെരിമെൻ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനിപ്പുലേറ്റിംഗ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് മെഷറിംഗ് ദെയർ ഇഫക്റ്റ് ഓൺ വൺ ഓർ മോർ ഡിപെൻഡൻറ്റ് വേരിയബിൾ വൈൽ കൺട്രോളിംഗ് ഫോർ ദ എക്സ്ട്രീനിയസ് വേരിയബിൾസ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്? റിസർച്ച്, നമുക്കറിയാം ഏതൊരു റിസർച്ചിലും മിനിമം ഒരു ഇൻഡിപെൻഡൻറ്റും ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും. മിനിമം ആണ് പറഞ്ഞത്, ഒന്നോ അതിലധികമോ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിസർച്ചർ ഒന്നോ അതിലധികമോ ഉള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എന്ത് ചെയ്യുന്നു? മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊരു മാനിപ്പുലേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ഇഫക്റ്റാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ. അതേസമയം നമ്മൾ എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യും വേണം. റിസർച്ചർ ക്യാൻ മാനിപ്പുലേറ്റ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ വിഷസ്. എന്ത് ചെയ്യാൻ പറ്റും? റിസർച്ചർക്ക് അവരുടെ താല്പര്യപ്രകാരം ഏതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ് ഓർ ആൾട്ടേർഡ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുകയോ ഓൾട്ടർ ചെയ്യുകയോ ചെയ്യാം. നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസിംഗ് ആണ്. ദ റിസർച്ചർ ക്യാൻ ഇഫക്റ്റ് എ പ്രൈസ് ചേഞ്ച് ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആൻഡ് ക്യാൻ മെഷർ ദ സെയിൽസ് വോളിയം റിസൾട്ടിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും സെയിൽസും തമ്മിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രൈസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ അത് സെയിൽസിനെ എങ്ങനെ ഇഫക്റ്റ് ചെയ്യുന്നു? അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. കാരണം അതൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നില്ല. അതേസമയം പ്രൈസ് കൂടുമ്പോൾ ചിലപ്പോൾ സെയിൽസ് കുറയാം. അപ്പോൾ പ്രൈസിനെ മാറ്റം വരുത്തുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? അത് സെയിൽസിൽ അതിൻ്റെ ഇഫക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും സെയിൽസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള പ്രൈസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചേഞ്ചസ് വരുത്തുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആർ വേരിയബിൾസ് ഓൺ വിച്ച് ദ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ. ഇവിടെ നമുക്ക് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ സെയിൽസിനെ ഒരിക്കലും റിസർച്ചർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം സെയിൽസ് ഒരു ലേശം പോലും നടന്നോളണം എന്നില്ല. അപ്പോൾ ആ സെയിൽസ് നടക്കായ്മയെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സെയിൽസിൽ യാതൊരു വേരിയേഷൻ കൊണ്ടുവരാനും റിസർച്ചർക്ക് സാധിക്കില്ല. ദീസ് വേരിയബിൾസ് കനോട്ട് ബി ചേഞ്ച്ഡ് ഓർ ആൾട്ടേർഡ് ബൈ ദ റിസർച്ചർ. ഇറ്റ് ഈസ് ദ ഔട്ട്കം ഓഫ് എക്സ്പെരിമെൻറ്റ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ റിസൾട്ട് വരുന്നത്? ഇത് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടാണ്, പ്രൈസിൽ ചേഞ്ച് വരുത്തിയത് കൊണ്ടാണ്. അപ്പോൾ പ്രൈസ് നന്നായിട്ട് കുറയുകയാണെങ്കിൽ ചിലപ്പോൾ സെയിൽസ് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് 10 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര സെയിൽസ് നടക്കുന്നു, ഒരു പ്രൊഡക്റ്റ് 15 രൂപ കൊടുക്കുമ്പോൾ എത്ര സെയിൽസ് നടക്കുന്നു, ഇതെല്ലാം നമ്മൾ പരീക്ഷിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു വേരിയബിളിൽ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ സെയിൽസ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ എങ്ങനെ മാറ്റം വരുന്നു എന്നൊരു പരീക്ഷണമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എക്സ്പെരിമെൻറ്റേഷൻ ഓൾസോ കോൾസ് ഫോർ എ കൺട്രോൾ ഗ്രൂപ്പ് ആസ് വെൽ ആസ് എക്സ്പെരിമെൻറ്റേഷൻ ഗ്രൂപ്പ് ആൻഡ് സബ്ജക്ട്സ് വുഡ് ബി അസൈൻഡ് റാൻഡംലി ടു ഐദർ ഗ്രൂപ്പ്. എപ്പോഴും എക്സ്പെരിമെൻറ്റേഷൻ നടത്തുമ്പോൾ 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം.
ഒരു ഗ്രൂപ്പ് ട്രീറ്റ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഗ്രൂപ്പ്, അതിനാണ് എന്ത് പറയുന്നത്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ വരുന്ന ഗ്രൂപ്പിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ടോട്ടലുള്ള ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സപ്പോസ് 20 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. 10 എംപ്ലോയീസിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു, അടുത്ത 10 എംപ്ലോയീസിനെ രണ്ടാമത്തെ ഗ്രൂപ്പ് ആക്കുന്നു. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് നമ്മൾ ചില ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് റിസീവ് ചെയ്യുന്ന ആ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നോർമലായിട്ട് ഒരു ചേഞ്ചസും വരാത്ത ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്, കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺട്രോൾ ഗ്രൂപ്പ് ട്രീറ്റഡ് എക്സാക്ട്ലി ലൈക്ക് ദ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഹാസ് നോട്ട് എക്സ്പോസ്ഡ് ടു എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ്. രണ്ട് ഗ്രൂപ്പും സെയിം ആണ്, പക്ഷെ അവിടെ എന്ത് മാത്രമില്ല, ഒരു ഗ്രൂപ്പിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. അതാണ് വ്യത്യാസം. നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ദ റിസർച്ചർ വാണ്ട്സ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് മ്യൂസിക് പ്ലേഡ് ത്രൂ ഇൻ്റർകോം ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് ഓൺ പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ്. കമ്പനിയിൽ നമ്മൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ്റർകോം വഴി മ്യൂസിക് പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ദർ ആർ ടു കണ്ടീഷൻ, രണ്ട് കണ്ടീഷനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് ദ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ മ്യൂസിക് ഈസ് പ്ലേഡ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് അവേഴ്സിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നു, അതാണ് എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. അതേപോലെ തന്നെ കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്, കാരണം അവിടെ എക്സ്പെരിമെൻ്റ് ഒന്നും നടത്തുന്നില്ല, അവർ സാധാരണ പോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യുന്നില്ല. ഈ ഒരു ഗ്രൂപ്പിനെയാണ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് കൺട്രോൾ ഗ്രൂപ്പിൽ എന്താണ്, സിറ്റുവേഷൻ എന്താണോ ആസ് യൂഷ്വൽ നടക്കുന്നത് അത് സെയിം ആയിട്ട് തന്നെ നടക്കുന്നു. എന്നാൽ അതിൽ തന്നെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് അവിടെ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തും. ഇതാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ ഇത്തരത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഇനി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എപ്പോഴും ഒരു കൺക്ലൂസീവ് റിസർച്ചാണ്. ഇറ്റ്സ് പ്രൈമറി റിസർച്ച് ഇൻ നേച്ചർ. ഇവിടെ നമ്മൾ എന്താ, ഡയറക്റ്റിനെയാണ് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ടിനെ റിപ്പോർട്ടാക്കുന്നത്. ഇറ്റ്സ് പർപ്പസ് ടു അസസ് വെദർ ദ ട്രീറ്റ്മെൻറ്റ് വേരിയബിൾ ഹാസ് കോസൽ ഇമ്പാക്റ്റ് ഓൺ ദ ഔട്ട്കം വേരിയബിൾ. ഇവിടെ നമ്മുടെ മെയിനായിട്ടുള്ള പർപ്പസ് എന്താണ്, ഒരു വേരിയബിളിലുള്ള ചേഞ്ച് അത് കാരണം മറ്റൊരു വേരിയബിളിൻ്റെ ഔട്ട്കമ്മിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് യൂസ്ഡ് മെത്തേഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. ഇവിടെ വളരെ ലീസ്റ്റ് യൂസ്ഡ് മെത്തേഡാണിത്. ദിസ് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ മാർക്കറ്റേഴ്സ് ഇൻ ടെസ്റ്റ് മാർക്കറ്റിംഗ്. പുതിയൊരു പ്രൊഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊക്കെയാണ് ഇത്തരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് എ കമ്പനി എയിംസ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ മെഷീൻ യൂസിങ് ന്യൂ ടെക്നിക്ക്. പുതിയൊരു മെഷീൻ പുതിയൊരു ടെക്നിക്കുമായിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. സോ ദേ ആർ നോട്ട് ഏബിൾ ടു സ്പീക്ക് ടു എനിവൺ ഹു ഹാസ് യൂസ്ഡ് ഇറ്റ് ഇൻ ദ പാസ്റ്റ്. പുതിയൊരു മെഷീനറി പുതിയൊരു ടെക്നിക്കുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്ക് എന്ത് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഈ മെഷീൻ വർഷങ്ങളായി ഇത്ര ആൾക്കാർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പുതിയതാണ്, മാർക്കറ്റിൽ പുതിയൊരു സംഭവമാണ്. അപ്പോൾ അതൊരിക്കലും അതിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദ ഓൺലി വേ ദേ ക്യാൻ ഗ്യാദർ ഡാറ്റ വിൽ ബി ടു ക്യാരി ഔട്ട് സം എക്സ്പെരിമെൻറ്റ് യൂസിങ് ദ ന്യൂ മെഷീൻ. പുതിയ മെഷീൻ യൂസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുന്നുള്ളൂ. ദേ ക്യാൻ ഡിസൈൻ എ സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ദാറ്റ് ഈസ് ടു ബി ക്യാരിഡ് ഔട്ട്. കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തുക, അത് ക്യാരി ഔട്ട് ചെയ്യാം. ദ റിസൾട്ട് ഷുഡ് ബി കെയർഫുള്ളി ലോക്ക്ഡ്. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഗോൾ, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് to draw valid conclusion about the effect of independent variable on dependent variable. അതായത് ഇൻറ്റേർണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറയും. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് മാറ്റം വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത് എക്സ്പെരിമെൻറ്റ് പറയുമ്പോൾ എക്സ്റ്റേണൽ വാലിഡിറ്റി നോക്കാൻ. അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ ഗോൾ, ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ വാലിഡിറ്റിയും എക്സ്റ്റേണൽ വാലിഡിറ്റിയും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു വെദർ ദ മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആക്ച്വലി കോസ്ഡ് ദ ഒബ്സർവ്ഡ് ഇഫക്ട്സ് ഓൺ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻറ്റേർണലി നമ്മൾ ചെയ്യുന്ന സംവിധാനമാണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സാധ്യത, ആന്തരികമായിട്ടുള്ള ഒരു സാധ്യത അതെങ്ങനെ സാധൂകരിക്കുന്നു, എങ്ങനെയാണ് ഒരു കാര്യത്തിന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് എന്ന് ഇൻറ്റേർണലി അറിയുന്ന സംവിധാനമാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ തന്നെ സ്വയം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കുറച്ച് മാനിപ്പുലേഷൻ വരുത്തി അതിൻ്റെ ഇഫക്റ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെയെന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഈ ഒബ്സർവ് ചെയ്ത ഇഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് ഒരു ഘടകം കൂടിയുണ്ട്. അതാരാ? എക്സ്ട്രീനിയസ് വേരിയബിളാണ്. ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു റീസൺ അവിടെ എക്സ്ട്രീനിയസ് വേരിയബിളും കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളിലെ മാറ്റം കൊണ്ട് മാത്രമാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഒരു ഇഫക്റ്റ് ഉണ്ടായത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അവിടെ ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഏത് വേരിയബിൾ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം? എക്സ്ട്രീനിയസ് വേരിയബിൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ടു എസ്റ്റാബ്ലിഷ് ഇൻറ്റേർണൽ വാലിഡിറ്റി കൺട്രോൾ ഓഫ് എക്സ്ട്രീനിയസ് ഈസ് എ പ്രീ കണ്ടീഷൻ. അപ്പോൾ എപ്പോഴും ഇൻറ്റേർണൽ വാലിഡിറ്റീന് ഉറപ്പ് വരുത്തണമെങ്കിൽ അവിടെ ആരെ കൺട്രോൾ ചെയ്യണം? നമുക്ക് എക്സ്ട്രീനിയസ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവ തമ്മിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിനെയാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റേർണലി അത് വാലിഡ് ആവുകയാണ് ചെയ്യുന്നത്. ആവണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും മാനിപ്പുലേഷൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ആയിരിക്കണം എവിടെ കാണേണ്ടത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ കാണേണ്ടത്. പക്ഷേ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് ഏതെങ്കിലും കാരണവശാൽ എക്സ്ട്രീനിയസ് വേരിയബിളിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ അതും ഇഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു റിലേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രീനിയസ് വേരിയബിളിനെ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യണം. എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പം ഇവിടെയും നമുക്ക് എന്താ ചെയ്യുന്ന കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ്. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് അതിനെ ഇങ്ങനെയാണ് മൊത്തത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ഏതെങ്കിലും ഒരൊറ്റ കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് നമ്മൾ വരുത്തി തീർക്കണം. ഒരു റിയൽ വേൾഡിലേക്ക് വരുത്തി തീർക്കുകയാണ് നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. It refers to whether the cause and effect relationship found in the experiment can be generalized. If the specific set of experimental conditions do not take into account interactions of the other variables in the real world, then threats arises to the external validity. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു എൻവയോൺമെൻ്റ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എ റിസർച്ചർ ഷുഡ് കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ് in an artificial environment for controlling the extraneous variable. Extraneous variableനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിനെ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റിൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് എക്സ്പെരിമെൻറ്റ്? എക്സ്പെരിമെൻ്റ് ഗോള്, ഇൻറ്റേർണൽ വാലിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി. ഇനി എക്സ്പെരിമെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിലുള്ള പ്ലാനിങ് എങ്ങനെയാണെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദ റിസർച്ചർ വാണ്ട്സ് ടു ഡിറ്റർമിൻ ദ ഹൈപ്പോത്തസിസ് ടു ബി ടെസ്റ്റഡ്. എല്ലാ റിസർച്ചേഴ്സും ചെയ്യേണ്ടത് എന്താണ്? എന്ത് ഹൈപ്പോത്തസിസിനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുക. അത് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഏതിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഏതാണ് ഡിപ്പെൻഡൻറ്റ്, ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് തന്നെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. രണ്ടാമത് ആ വേരിയബിളിനെ ഓപ്പറേഷണലൈസ് ചെയ്യുക. അതിനെ എങ്ങനെയാണോ അതിൻ്റെ വർക്ക് ഓരോ വേരിയബിളിലും വെച്ചിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അത് ആ ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യുന്നു. ഏത് ടൈപ്പ് എക്സ്പെരിമെൻറ്റേഷനാണ് പ്ലാൻ ചെയ്യുന്നത് സെലക്ട് ചെയ്യുക. ആ സെറ്റിങ് ചൂസ് ചെയ്യുക. അതായത് ആ സെറ്റിംഗ് ഉദ്ദേശിക്കും ലബോറട്ടറിയിൽ വെച്ച് ചെയ്യുന്നതാണോ അതോ ഫീൽഡിലുള്ള എക്സ്പെരിമെൻ്റ് ആണോ എന്നുള്ളത് നോക്കുക. മേക്ക് ദ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ കറക്റ്റായിട്ട് റിയൽ ലൈഫ് കണ്ടീഷനുമായിട്ട് നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോലെ തന്നെ ആ കണ്ടീഷൻ അറേഞ്ച് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ കൺട്രോളിങ് എക്സ്ട്രീനിയസ് വേരിയബിൾ. എക്സ്ട്രീനിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്. ഇനി എന്താണ് ഈ ഒരു എക്സ്പെരിമെൻറ്റേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? ദ പവർ ടു ഡിറ്റർമിൻ കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. നമുക്ക് എത്ര കമ്പാരിസൺ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിൻ്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഹ്യൂമൻ എറേഴ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ദ മിനിമം. നമ്മളാൽ വരുന്ന കുറേ തെറ്റുകളെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? ജസ്റ്റ് ഓരോ ചേഞ്ചസ് വരുത്തുമ്പോൾ അതിനുള്ള മാറ്റം സംഭവിക്കുന്ന ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഇടപെടലുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എറേഴ്സ്
മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് എക്സാക്റ്റ് മെഷർമെൻറ്റ്, മാക്സിമം ഒരു എക്സാക്റ്റ് മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് എക്സ്ട്രീനിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നല്ലൊരു റിലേഷനോട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, സ്കോപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് ഹ്യൂമൻ ബീയിങ്സ് ഈസ് ലിമിറ്റഡ്. ഹ്യൂമൻ ബീയിങ്സിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നടത്തുന്ന എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നതിന് ചില പരിധികളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സാധ്യതയ്ക്ക് പരിധികളുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ലാക്സ് റിയലിസം. ഒരു പരിധി വരെ മാത്രമാണ് ഒരു റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റിൽ എക്സ്റ്റേണൽ വാലിഡിറ്റി പറയുമ്പോൾ പറഞ്ഞു. അപ്പോൾ റിയലിസം ഒരു പരിധി വരെ കുറവാകും. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ സ്റ്റഡീസ് റിലേറ്റഡ് ടു ഫ്യൂച്ചറിലെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഒപ്പീനിയൻസ്, മോട്ടീവ്സ് ആൻഡ് ഇൻറ്റൻഷൻ ഓഫ് ഇൻഡിവിജ്വൽ. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഡിറ്റർമിൻ ഇൻഡിവിജ്വൽസിൻ്റെ ഒപ്പീനിയൻസോ മോട്ടീവ്സോ ഇൻറ്റൻഷനോ ഒന്നും യൂസ് ചെയ്യാൻ, ഇറ്റ് കനോട്ട് ബി ഡിറ്റർമിൻ ചെയ്യാൻ ഇതുകൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി എത്ര തരത്തിലാണ് എക്സ്പെരിമെൻറ്റ് ഉള്ളത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ് റിസർച്ച് ക്യാൻ ബി കണ്ടക്റ്റഡ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ, സബ്ജക്ട്സ് ആൻഡ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ദ വേ ഡാറ്റ കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. എ സിമ്പിൾ ഡിവിഷൻ ഈസ് ആസ് ഫോളോസ്. അതായത് എക്സ്പെരിമെൻറ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ലബോറട്ടറിയിലും ചെയ്യാം, ഫീൽഡ് എക്സ്പെരിമെൻറ്റും ചെയ്യാം, പിന്നെ ഒരു മെത്തേഡ് സിമുലേഷനാണ്. അപ്പോൾ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് പറഞ്ഞാൽ നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷനാണ്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ക്രിയേറ്റഡ് സ്പെസിഫിക്കലി ഫോർ ദാറ്റ് പർപ്പസ്. ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോസൽ റിലേഷൻഷിപ്പ്, ഓരോ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ എങ്ങനെയാണ് വേരിയബിൾസിൻ്റെ റിയാക്ഷൻ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ടു ടെസ്റ്റ് ദ പ്രെഡിക്ഷൻ ഡിറൈവ്ഡ് ഫ്രം തിയറി ആൻഡ് അതർ റിസർച്ചേഴ്സ്. ഒരു തിയറി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ മറ്റുള്ള റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനൊക്കെയാണ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് യൂസ്ഡ് ഇൻ ഫിസിക്കൽ ആസ് വെൽ ആസ് സോഷ്യൽ സയൻസ് റിസർച്ച്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഈൽഡ് സ്പെസിഫിക് റിസൾട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് റെപ്ലിക്കബിൾ. അപ്പോൾ ഒരു കൃത്യമായിട്ട് റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഫീൽഡ് എക്സ്പെരിമെൻ്റ് പറഞ്ഞാൽ ശരിക്കും ഇവിടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ തന്നെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേഷൻ വരുത്തിക്കൊണ്ട് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടെസ്റ്റിംഗ് തിയറി ആൻഡ് ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ എ പ്രാക്ടിക്കൽ സോഷ്യൽ പ്രോബ്ലം. നമ്മളിപ്പം ഒരു സൊസൈറ്റി ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലം എന്താണോ അതിന് എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാമെന്നുള്ളതും അല്ലെങ്കിൽ തിയറിയെ ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. This method is particularly suitable for studying methods of social influence, social process, social changes in real life situation. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റും ഈ ഇത്തരത്തിലുള്ള ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് കൊറോണയൊക്കെ ബാധിച്ചിരിക്കുന്ന സിറ്റുവേഷൻ, അതൊരു സൊസൈറ്റീനെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്സിനെ മൊത്തം അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വരുന്ന ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, അവരുടെ പ്രോസസ്സ് എങ്ങനെയാണ്, എന്ത് ചേഞ്ചസ് ആണ് ലൈഫിൽ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അനദർ വേ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് കോസാലിറ്റി ബിറ്റ്വീൻ വേരിയബിൾ ഈസ് ത്രൂ ദ യൂസ് ഓഫ് സിമുലേഷൻ. ഇനിയൊരു മെത്തേഡാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. കാരണം ഏറ്റവും നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള പരിഷ്കൃതമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇക്വേഷനിൽ ഓരോ വേരിയബിൾസിനെ ചേഞ്ച് ചെയ്യുന്നു, അതിൻ്റെ പോസിബിൾ ഔട്ട്കം എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നു. ഇത് മെയിനായിട്ട് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി, കമ്പ്യൂട്ടർ സിമുലേഷൻ, മോഡൽ ബിൽഡിംഗ്, അതിലൊക്കെയാണ് ഏറ്റവും യൂസ്ഡ് എക്സ്ട്രീംലി റെയർലി. ഇറ്റ്സ് യൂസസ് ടെൻസ് ടു ബി ലിമിറ്റഡ് ടു എ ഫ്യൂ റെയർ ഇമ്പാക്റ്റ് ആൻഡ് ഫോർകാസ്റ്റിംഗ് സ്റ്റഡീസ്. ഇനി സിമുലേഷൻ ഡിസൈനും ഒരു കൺക്ലൂസീവ് റിസർച്ചാണ്. കാരണം എല്ലാ കൺക്ലൂസീവ് റിസർച്ചുകളും ഒരുവിധം സെക്കൻഡറി റിസർച്ച് ഇൻ നേച്ചർ ആയിരിക്കും. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടെക്നിക്കാണ്? അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക്കാണ്. അത് വളരെ റീസെൻ്റ് ആയിട്ട് ഒറിജിൻ ചെയ്തതാണ്. റിയലിസ്റ്റിക് എനാക്ട്മെൻറ്റ് ഓഫ് റോൾസ് ഇൻ എൻ ഇമാജിൻഡ് സിറ്റുവേഷൻ. നമ്മൾ ചില സിറ്റുവേഷനെ ഇമാജിൻ ചെയ്യുന്നു, അതിനുശേഷം ആ സിറ്റുവേഷനെ ശരിയായ രീതിയിൽ ശരിക്കും നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 തരത്തിലാണ് സിമുലേഷൻ ഉള്ളത്. 3 തരത്തിൽ ഉപയോഗിക്കാം സിമുലേഷൻ. ഒന്ന്, ഒരു സിറ്റുവേഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കാം, ഒരു സിറ്റുവേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ആ ഒരു സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം സിമുലേഷൻ്റെ യൂസസുകളാണ്. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ
എങ്ങനെയാണെന്ന് അസസ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഡെസിഷൻ എടുക്കുക. അതിനൊക്കെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എനാക്ടിങ് എ സിമുലേഷൻ ഇൻക്രീസസ് മെമ്പേഴ്സ് അവയർനെസ്. എന്തിനു വേണ്ട ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്? മെമ്പേഴ്സിന് കൂടുതൽ അവയർനെസ് കൊടുക്കുക. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, അവരുടെ ഇൻ്റർപേഴ്സണൽ സ്കില്ലിനെ കുറിച്ച് അവർക്കൊരു ധാരണ കൊടുക്കുക. അവരുടെ ഫെസിലിറ്റീസ്, ഫീഡ്ബാക്ക് ടു ദ മെമ്പർ റിഗാർഡിങ് ഹെർ ബിഹേവിയർ ആക്ഷൻസ്, അവരുടെ ആക്ഷനെ കുറിച്ച് ബിഹേവിയറിനെ കുറിച്ചൊക്കെ ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു പ്രാക്ടീസ് ഇംപ്രൂവ്ഡ് റെസ്പോൺസസ് ഇൻ എ ഷെൽട്ടേഡ് അക്കാഡമിക് എൻവയോൺമെൻറ്റ്. ഒരു അക്കാഡമിക് എൻവയോൺമെൻറ്റിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ, അവരുടെ വേരിയസ് ഡയമെൻഷനിൽ അസസ് ചെയ്യണമെങ്കിൽ, അവരുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് അസസ് ചെയ്യാം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, കറക്റ്റ് ഡിസിഷൻ പറഞ്ഞു കൊടുക്കാം, നമുക്ക് എവിടെയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ ഇമാജിൻ ചെയ്യുന്നൊരു കാര്യത്തിന് റിയൽ ലൈഫിൽ ഇപ്പോൾ നമ്മൾ റോൾ പ്ലേയിങ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നത് തടയുക എന്നൊരു മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ആൾക്കാരെ ബാധിക്കുക എന്നൊക്കെ ഒരു നാടകമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിയൽ ലൈഫായിട്ട് കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം ഒരു സിമുലേഷൻ്റെ ഭാഗം തന്നെയാണ്. സ്ട്രക്ചേർഡ് സിമുലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ആർ കോൾഡ് അപ്പോൺ ടു എനാക്ട് പ്രിസ്ക്രൈബ്ഡ് റോൾസ് ഇൻ എ പ്രീ ഡിറ്റർമിൻഡ് ക്യാരക്ടർ പാർട്ട്. ഇനി സിമുലേഷനിൽ തന്നെ സ്ട്രക്ചേർഡ് സിമുലേഷൻ ആണെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളെ വിളിച്ച് അവർക്കുള്ള റോള് കൊടുത്തുകൊണ്ട് അവരത് എനാക്ട് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ദ ആക്ച്വൽ ആക്ഷൻസ് ഓഫ് ആൻഡ് ഡിസിഷൻസ് മെയ്ഡ് ബൈ ദ മെമ്പേഴ്സ് ആർ സ്പോണ്ടേനിയസ്. പക്ഷേ ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിട്ടല്ല ആ ഒരു കാര്യം അവരവിടെ ചെയ്യുന്നത്. ആ ആക്ച്വൽ ആക്ഷനും ഡിസിഷൻസും ഒക്കെ ആ സ്പോട്ടിൽ അവർക്ക് തോന്നിയിട്ട് പെർഫോം ചെയ്യുന്ന കാര്യങ്ങളാണ്. In other words, simulation involves the construction of a model representing the situation in effect, experimenting with it rather than the actual situation. This approach is borrowed from physical sciences. ഇനി വേറൊരു സിമുലേഷൻ മെത്തേഡ് പറഞ്ഞാൽ ഫിസിക്കൽ സയൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ മോഡൽ റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ എളുപ്പം പറയുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിനൊരു 3D ഫോമായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഫോം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഫിസിക്കൽ സയൻസിന് വരുന്നത്. സിമുലേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് എ സെറ്റ് ഓഫ് ടെക്നിക്സ് ഫോർ മാനിപ്പുലേറ്റിംഗ് മോഡൽ സം റിയൽ ലൈഫ് വേൾഡ് പ്രോസസ് ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡിങ് ന്യൂമറിക്കൽ സൊല്യൂഷൻസ് ദാറ്റ് ആർ യൂസ്ഫുൾ ഇൻ ദ റിയൽ പ്രോസസ് ദാറ്റ് ഈസ് ബീയിങ് മോഡൽഡ്. യൂസ്ഫുൾ ആയിട്ട് നമുക്ക് റിയൽ പ്രോസസ്സിലേക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ ഉള്ള ഒരു മോഡലിംഗ് ആയിട്ട് അല്ലെങ്കിൽ മോഡൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് എന്താണ് എക്സ്പെരിമെൻറ്റിൻ്റെ ഗോള്, അതേപോലെ അതിൻ്റെ പ്രോസസ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്സ് ഒക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ജസ്റ്റ് ടൈപ്സിൽ ലബോറട്ടറി ആൻഡ് ഫീൽഡ് എക്സ്പെരിമെൻറ്റും സിമുലേഷൻ മെത്തേഡും. ഓക്കെ, താങ്ക് യു.